ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ സിനിമ ചിത്രീകരണത്തിനിടെ ചികിത്സ വൈകിപ്പിച്ചതായി പരാതി. പെരുവയൽ സ്വദേശി സുഗതന്റെ മകളുടെ ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് പരാതി. മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന അവറാച്ചന്റെ മക്കൾ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഹെൽത്ത് സെന്ററിൽ നടന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത്. ലിനറ്റ്, ഇതിനു മുമ്പും ഈ ആശുപത്രിയിൽ ഇതേപോലെ സിനിമാ ചിത്രീകരണമൊക്കെ ഉണ്ടായി. ന്യൂസ് മലയാളം അടക്കം അത്തരം വാർത്തകൾ നൽകിയതാണ്. ഇപ്പോൾ വീണ്ടും സമാനമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വിവരങ്ങൾ നൽകാം. സ്വാതി, നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ തൊട്ട് മുൻപിലാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു പെരുവയൽ സ്വദേശിയായിരിക്കുന്ന സുഗതന്റെ മകൾ അനഘയുമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്താണ് ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചികിത്സയ്ക്കെത്തിയ അനഘയ്ക്ക് ചികിത്സ വൈകിപ്പിക്കുന്നതോടൊപ്പം തന്നെ ലാബിലെ ടെസ്റ്റുകളും വൈകിപ്പിച്ചു എന്നാണ് അനഘയുടെ അച്ഛനായ സുഗതൻ ഇവിടെ പരാതിപ്പെടുന്നത്. ഇവിടെ സുഗതൻ ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? 3 മണി 3:10 സമയത്ത് എൻ്റെ മകൾക്ക് ശക്തിയായി പനിയായിട്ട് വന്നതായിരുന്നു. അപ്പം വന്ന സമയത്ത് കാറിലാണ് വന്നത്. ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് കാറ് കടത്തി വിടുന്നില്ല. കുറേ ദൂരം മകളെ എടുത്ത് ഞാനും എൻ്റെ വൈഫും കൂടി മകളെ എടുത്തും കൊണ്ടാണ് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വന്നത്. ഡോക്ടർ അത് എമർജൻസി ആയിട്ട് കുറേ ബ്ലഡ് ടെസ്റ്റ് എഴുതിയിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ വന്ന സമയത്ത് അവർ പറഞ്ഞു, ഇവിടെ ഇതിന് റൈറ്റ് കൂടും, നിങ്ങൾ പുറത്ത് പോയി ചെയ്തോളി, ഇവിടുന്ന് ചെയ്യാച്ചെങ്കിൽ നാളെയോ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെയെന്ന് ചോദിച്ച്, അപ്പം ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ പോലീസിനെ വിളിക്കും, നിങ്ങളെ അറസ്റ്റ് ചെയ്യിക്കുമെന്ന് വായിച്ച് നോക്കിക്കാളിയെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പം അന്നേരം ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ എടുത്ത് റിസൾട്ട് കിട്ടാനായിട്ട് ഞാൻ ഡോക്ടറോട് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പം ഡോക്ടർ വന്ന് നോക്കുന്ന സമയത്ത് ലാബിൽ സിനിമയിൽ അഭിനയിക്കുന്ന നേഴ്സുമാരുള്ളത്. നേഴ്സുമാരോട് അനഘേൻ്റെ റിസൾട്ട് വെച്ച് അവർ പറയാം ഞങ്ങളിതിൽ അഭിനയിക്കുന്ന പോലാണ്. അപ്പോൾ നോക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരെല്ലാവരും പുറത്തുണ്ട്, ഇവരവിടെ ഷൂട്ടിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് അത്രയും ശക്തിയുള്ള പനി, 102 ഡിഗ്രി പനിക്കുന്ന കുട്ടിക്ക് ഈ റിസൾട്ട് കിട്ടിയാലും മരുന്ന് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനാവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ ഷൂട്ടിംഗ് ആണ് വലുത്. ചേട്ടാ, ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ലബോറട്ടറി ഇപ്പം മറ്റേ അഭിനയിക്കുന്നവരായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വേറെ സജ്ജീകരണങ്ങളൊന്നും തന്നെ വേറെ ഒരു സജ്ജീകരണങ്ങളും ഇല്ല. ഞാൻ മാത്രമല്ല, ഇവിടെ വേറെ 20ഓളം രോഗികളുണ്ട്. ഇവിടെ പരിശോധിച്ചാൽ അറിയാം. 3:10 ഞാൻ ഒ.പി. ഷീറ്റ് വാങ്ങിയതിന് ശേഷം എത്ര രോഗികൾ അവിടുന്ന് ഒ.പി. ഷീറ്റ് വാങ്ങിയെന്നുള്ള ഇവിടുത്തെ രേഖകളുണ്ടാവും. ആ പരിശോധിച്ചാൽ അറിയാം. 20ഓളം രോഗികൾ ചികിത്സ കിട്ടാതെ ഇവർ ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് പല രോഗികൾക്കൊന്നും വേണ്ടത്ര ചികിത്സ ഇവിടെ കിട്ടിയിട്ടില്ല. ഇതിന് ഈ ഡോക്ടർമാരും നഴ്സുമാരും കൂട്ടുനിന്നു എന്നാണോ തോന്നുന്നത്? അതെ, ഡോക്ടർമാരും നഴ്സുമാരും കൂട്ടുന്നത് കൊണ്ടാണ് ഇത് സംഭവം നടന്നത്. ഇല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. ഇപ്പൊ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആരോഗ്യനില ഇപ്പം ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു. പനി കൂടിയാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇതിൽ ബില്ലിൽ കൃത്രിമം കാണുന്നുണ്ട്. ഇത് മെഡിക്കൽ കോളേജിൻ്റെ കീഴിൽ ആണ് ഈ ലാബ് പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ ടെസ്റ്റ് വേണം വെച്ചാൽ ആ ടെസ്റ്റ് എല്ലാം ഇവിടെയും ഫ്രീ ആണ്. സീലോ ഒന്നും തന്നെ ഇല്ല. ഒരു സീലും ഇല്ലാത്തൊരു ബില്ലാണ് 970 റുപ്യ തന്നുള്ളത്. അപ്പോൾ ഇതും ഒരു അന്വേഷണ വിധേയമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഒരു പരാതിയെ തുടർന്ന് പെട്ടെന്ന് തന്നെ ലബോറട്ടറിയിൽ നിന്ന് ഈ ഒരു റിസൾട്ട് കിട്ടിയോ? റിസൾട്ട് കിട്ടുമ്പോൾ 5 മണി കഴിയും. റിസൾട്ട് കിട്ടുമ്പോൾ 5:20 ഞാൻ ഇവിടുന്ന് കുട്ടീനെയും കൂട്ടി ഞാൻ പോവുകയും ചെയ്തു. ഈ റിസൾട്ട് വാങ്ങിയിട്ടാണ് പോയത്? റിസൾട്ട് വാങ്ങി ഡോക്ടറെ കാണിച്ചറിയാണ് പോയത്. അതിൽ ഒരു റിസൾട്ട് കിട്ടിയില്ല. മലേറിയൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയില്ല. അത് നാളെ തരാമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കിട്ടി. ബാക്കിയുള്ള ടെസ്റ്റിൽ ഇവിടുന്ന് തന്നതിൽ കുഴപ്പമില്ല. എന്നിരുന്നാലും ഈ ടെസ്റ്റിൽ സംശയമുള്ളത് കൊണ്ട് നാളെ വേറെ ടെസ്റ്റ് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡോക്ടർമാരുടെ സമീപനവും ഇതുപോലെ തന്നെയായിരുന്നു ഈ ഒരു പരാതിയുമായിട്ട്? ഡോക്ടർമാരുടെ സമീപനം നല്ല സമീപനമായിരുന്നു. ഇവിടുത്തെ ഈ കൂടുതലായി ഇതിന് കളിച്ചുള്ള ഈ ലാബ് ടെക്നീഷ്യനും ലാബിലെ സിസ്റ്ററുമാണ് ഇതിന് ഇതാക്കിയിട്ടുള്ളത്. ഡോക്ടർമാർ നല്ല ഇതിലാണ് സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഡോക്ടർമാർ വന്നിട്ട് റിസൾട്ട് ചോദിക്കുന്നു, എന്നിട്ടും ഇവർ കൊടുക്കുന്നില്ല. ഇവിടെ ഷൂട്ടിംഗ് ആണെന്നും പറഞ്ഞ് ഡോക്ടർമാരടക്കം വരും മടക്കുക ചെയ്യുന്നത്. അന്നേരം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അങ്ങനെ മന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട്, സാറിന് അതിൽ സാക്ഷിയായി കൊടുക്കട്ടോ എന്നാണ്. ഞങ്ങളിങ്ങനെ മെഡിക്കൽ കോളേജിൽ ഹൗസ് ആണ്, എന്നാലും ഇങ്ങനെ വിവരം പറയാമോ? ആ ഞങ്ങൾ പറഞ്ഞോളാം പറഞ്ഞു. ചേട്ടൻ എവിടെയെങ്കിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയോ? പരാതി ഞാനൊരു പ്രിൻസിപ്പാളെ പഴയ നമ്പറിൽ ഒരു പരാതി ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ മറുപടി തന്നു.
ഞാൻ ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് നിന്ന് പോന്നു എന്ന് പറഞ്ഞവരെ പ്രിൻസിപ്പാൾ അശോകൻ എന്നാണ് ആളെ പേര്. ഇനി പരാതിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. തീർച്ചയായും ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ വലിയൊരു അനാസ്ഥ തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഉച്ചയോടുകൂടി ഒരു 3 മണിയോടുകൂടി എത്തിയ രോഗിയെ ഈ ഒരു OP-യിലോട്ട് എത്തിക്കാൻ പോലും സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം ഇവിടെ സിനിമ ഷൂട്ടിംഗ് സംബന്ധിച്ച് നിറയെ ആളുകളായിരുന്നു. അതുകൊണ്ട് 25 വയസ്സുള്ള കുട്ടിയെ ഈ മാതാപിതാക്കൾ എടുത്തുകൊണ്ടാണ് OP-യിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ആണ് ഇവിടെ നിന്ന് ലാബിലേക്ക് ടെസ്റ്റുകൾക്ക് എഴുതി കൊടുക്കുന്നത്. ഈ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഈ ഒരു ലബോറട്ടറിയിൽ നിറയെ അഭിനയിക്കുന്ന ആളുകളായിരുന്നു. പകരം ഈ ലബോറട്ടറിയിലെ ടെക്നീഷ്യൻസും നേഴ്സുമാരും എവിടെയാണെന്ന് അറിയില്ലെന്നാണ് ഈ സുഗതൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്. സ്വാതി, വലിയ തരത്തിലുള്ള അനാസ്ഥ തന്നെയാണ്. കോഴിക്കോട് മാവൂർ ചെറുപ്പ ഹെൽത്ത് സെന്ററിലാണ് സിനിമാ ചിത്രീകരണത്തിനിടെ ചികിത്സ വൈകിപ്പിച്ചതായി പരാതി വന്നിരിക്കുന്നത്. പെരുവയൽ സ്വദേശി സുഗതന്റെ മകളുടെ ചികിത്സ വൈകിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന അവറാച്ചൻ്റെ മക്കൾ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഹെൽത്ത് സെന്ററിൽ നടന്നത്. ലാബിലടക്കം സിനിമാ ചിത്രീകരണത്തിനായി എത്തിയ ആളുകളായിരുന്നു. അവിടുത്തെ ജീവനക്കാർ എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടർമാർ നല്ല രീതിയിൽ സഹകരിച്ചുവെന്നുമാണ് ഇപ്പോൾ സുഗതൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്.